Kitchen. ഇതാണ് എൻ്റെ കിച്ചൺ. നിങ്ങളെ അയ്യോ അങ്ങനെ അങ്ങോട്ടൊന്നും എടുക്കല്ലേ, എല്ലാം എന്താണ് അവിടെ ഇവിടെ ഒക്കെ കിടക്കുക. ഓക്കെ, അപ്പൊ ഇന്ന് ഈദ് സ്പെഷ്യൽ ആയിട്ട് ഞങ്ങൾ ഒരു ബിരിയാണി ട്രൈ ചെയ്യാൻ ഓർത്തു. ഇത് സാധാരണ ബിരിയാണി അല്ല, ചിക്കൻ ബിരിയാണി ഒന്നുമല്ല, ദിസ് ഇസ് കപ്പ ബിരിയാണി. അപ്പോൾ ഞങ്ങൾ ട്രൈ ചെയ്യാൻ പോകുന്ന റെസിപ്പി അന്നമ്മച്ചേടത്തിയുടെ റെസിപ്പിയാണ്. അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. സോ അത് ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. ഓക്കെ, അപ്പൊ അവരും ഉണ്ടാക്കിയത് ഉരുളിയിലൊക്കെ വെച്ചിട്ടാണ്. അപ്പൊ അതൊക്കെ നമുക്ക് ഇവിടെ ഒരു ഉരുളിയുണ്ട്. ഈ ഉരുളിയുണ്ട്. ഈ ഉരുളിയിലാണ് നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കുന്നത്, അച്ചപ്പം, ബിരിയാണി അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ അത് കണ്ടപ്പോ എനിക്കും തോന്നി ഉരുളിയിൽ ഉണ്ടാക്കാന്ന്. വെട്ടിത്തിളയ്ക്കുന്ന കപ്പ. ഇവിടെ ഞാൻ കപ്പ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അന്നമ്മച്ചേടത്തിയുടെ സ്റ്റൈലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ തേങ്ങ ഒക്കെ വറുത്തിട്ട് ഉണ്ടാക്കുന്ന രീതി ഞാൻ അങ്ങനെയല്ല ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ ഇന്ന് ആ രീതി ട്രൈ ചെയ്യാൻ പോവാണ്. അല്ലാത്ത എന്റെ മമ്മിയുടെ വേർഷൻ വേറെയാണ്, കുറച്ച് വ്യത്യാസമുണ്ട്. തേങ്ങ ഒന്നും ചേർക്കത്തില്ല. പക്ഷെ ഇതില് എനിക്ക് തോന്നുന്നു നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ്. ശരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് കഴിച്ചിട്ട് പറയാം. ഓക്കെ, അപ്പൊ ടേസ്റ്റ് ടെസ്റ്റർ പുറകെ നിന്ന് ക്യാമറ എടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉരുളി ചൂടായിട്ടുണ്ട്. ഞാൻ എണ്ണ ഇട്ട് കൊടുക്കുവാണ്. ഇത് തേങ്ങ വറക്കാനുള്ള എണ്ണയാണ്. അപ്പൊ കപ്പ വെന്തിട്ടുണ്ട്. ഇനി വെള്ളം ഒന്ന് ഊറ്റിക്കളയട്ടെ. ക്യാമറയിലോട്ട് വെള്ളം തെറിക്കല്ലേ. കണ്ണാടി ഉള്ളതുകൊണ്ട് കണ്ണാടിയിലേക്കാണ് മൊത്തം ആവി വരുന്നത്. ഇത് 1 കിലോ കപ്പയേ ഉള്ളൂ. ബീഫ് 900 grams, 1 കിലോ ഈ കുറവ്. ഓക്കെ, അപ്പൊ ഇത് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം, എന്നിട്ട് വറുത്തെടുക്കാം. അപ്പൊ തേങ്ങ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പൊ അതില് അമ്മച്ചി ഒരു ടിപ്പ് പറയുന്നുണ്ട്. അതായത് ഇത് ആവുമ്പോ ഇങ്ങനെ പൊട്ടി ആ സൗണ്ട് വരാൻ തുടങ്ങും. അപ്പൊ ഇപ്പൊ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒക്കെ ടിപ്പ് അമ്മച്ചിയുടെ ചാനൽ കാണുമ്പോൾ നമുക്ക് കുറെ ടിപ്സ് കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഞാനിപ്പോ തേങ്ങ വറുത്ത് പോരുവാണ്. കണ്ടോ, കേട്ടോ പൊട്ടുന്ന സൗണ്ട്. ഓക്കെ, അപ്പൊ അതേ എണ്ണയിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചിരണ്ടിയതും കൂടെ ഇട്ട് കൊടുക്കുവാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല മണം വരും. വെളിച്ചെണ്ണയല്ല, സാധാരണ എണ്ണ. ഇപ്പൊ തേങ്ങയും കറിവേപ്പിലയും കൂടെ ഇട്ടപ്പോ ഓക്കെ. അപ്പൊ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റാം. എണ്ണയിൽ മാറ്റാം, കോരി മാറ്റാം. അപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഇതെടുക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 5 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി,
ഇഞ്ചി, ആദ്യം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് നല്ലതായിട്ടൊന്ന് മൂത്ത് വരണം. സൗണ്ട് മാറി പറയുന്ന കേട്ടാ തോന്നും എനിക്ക് പാചകത്തിൽ വളരെ വശമുണ്ടെന്ന്. ഉണ്ട്. അപ്പൊ ചക്കവശമുണ്ട് കേട്ടോ. ലീന് തന്നെ എന്റെ പാചകം കണ്ട് ഞെട്ടിയിട്ടുണ്ട്. ഇനി സവാള ഇടാം. നമുക്ക് സവാള ഇടാം. ഇത് 3 സവാള ഉണ്ട്. ഞാൻ ലീനുവിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇതിനകത്തോട്ട് കയറിയത്. അല്ലാതെ ഈ പാചകത്തിൽ പറയുന്ന അത്രയും വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ സാധാരണ ഉണ്ടാക്കുന്ന മറ്റു പാത്രങ്ങളില്ല, അതിനേക്കാളും സുഖമുണ്ട് ഈ ഉരുളിയിൽ ഉണ്ടാക്കുമ്പോൾ അല്ലേ? സാധാരണ ഈ നോൺ സ്റ്റിക് പാനിലൊക്കെ. ഓക്കെ, അപ്പൊ സവാള പെട്ടെന്ന് നോക്കാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ അന്നമ്മച്ചേട്ടിയുടെ ഇതിൽ കാണിച്ചു ഞാനും അതിലാ ടിപ്പ് കേട്ടെ. കുറച്ച് മഞ്ഞളും കൂടെ ചേർക്കാൻ പെട്ടെന്ന് മൂക്കൂന്ന്. അതെനിക്ക് അറിയത്തില്ലായിരുന്നു, ഇത് കണ്ടപ്പോഴാണ് പഠിച്ചത്. നമ്മൾ പാചകത്തിലാണേലും എന്തിലാണേലും നമ്മൾ പഠിച്ചുകൊണ്ടേ അല്ലേ? അതുകൊണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാനാണ് ഇടുന്നത്. മുറിച്ച് ചുമ്മാ ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു കൈ ഇളക്കുമ്പോ മറ്റേ കൈക്ക് പിച്ച് പറിച്ചിടാൻ പറ്റത്തില്ലല്ലോ. 3 ടീസ്പൂൺ മല്ലിപ്പൊടി. 1, 2, ഞാൻ എന്റെ കണക്കിനനുസരിച്ച് ഇടുന്നത്. 3 മഞ്ഞൾ ഓൾറെഡി ഇട്ടു. പിന്നെ മുളക് പൊടി ഇവിടെ എല്ലാവർക്കും എരി കുറച്ച് മതി, അതുകൊണ്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുള്ളൂ. ഇത് എരിയുള്ളതാണ്, കാശ്മീരി അല്ല. എരിയുള്ളത് കാശ്മീരി എരി 2 ടീസ്പൂൺ. അപ്പൊ കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ. ഓക്കെ, മീറ്റ് മസാലയും 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനിയാണ് പച്ചമണം മാറുന്നത്. ഇനി ബീഫ് ഇടാം അതിലേക്ക്. അപ്പൊ ഇത് 900 ഗ്രാംസേ ഉള്ളൂ, 1 കിലോ കുറവാണ്. ഇത് എല്ലില്ലാത്തതാണ്. അമ്മച്ചി എല്ലുള്ള ബീഫൊക്കെ ഇട്ടത്. പിന്നെ കപ്പ ബിരിയാണിക്ക് സാധാരണ ഇടുന്നത് എല്ലുള്ള ബീഫാണ്, പക്ഷെ എനിക്കിപ്പോൾ കയ്യിൽ ഇതാ കിട്ടിയത്. ഓക്കെ, ഉപ്പിട്ട് കൊടുക്കാം. ഇളക്കുന്നതിനും ഒരു കലയുണ്ട്. എത്രയും നല്ലതായിട്ട് ഇളക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടും. ഓക്കെ, ഇനി ബീഫ് വേവാൻ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മതി, നമുക്ക് നോക്കാം പിന്നെ ആവശ്യമുണ്ടെങ്കിൽ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ച് കറിവേപ്പില. അമ്മ ചീനി അടച്ചു വെച്ച് വേവിക്കും. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അതല്ല ഞാനും പറഞ്ഞത്. അല്ല, ആരാ നറേഷൻ ചെയ്യും? അടച്ചു വെച്ച് അവിടെ കിടന്ന് വേഗം അടച്ചു വെച്ച് ഇനി എല്ലാം കൂടിയാക്കിട്ട് വേഗം. അപ്പൊ അന്നമ്മച്ചേർത്തി കൊറേ കറിവേപ്പില ഇടുന്നുണ്ട്. അതിപ്പോഴാ ലീനു കണ്ടത്. അപ്പൊ ഞങ്ങളും കുറച്ച് കൂടുതൽ ഇനി ഇടാൻ പോവാ. ടേസ്റ്റ് കൂടുതലായാലും അതെയോ? ഇനി അടച്ചു വെച്ച് നമുക്ക് വീണ്ടും അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പൊ നമുക്ക് നമ്മള് മൂടി ഒന്ന് തുറക്കാം. ഞാൻ ഇറക്കാം. അതാ തക്ക സമയം നോക്കി ലീനു എന്റെ തവി റാഞ്ചി എടുത്തു. നടക്കൊന്ന് തുറന്നിട്ടൊന്ന്
ആറ്റിത്തിളയ്ക്കുന്ന ബീഫ്. ഓക്കെ, നമ്മളപ്പോൾ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ബീഫിലോട്ട് വെന്തു. ഇനി നമ്മൾ ഈ വേവിച്ച് വെച്ച കപ്പ വരുന്നില്ല, സ്റ്റക്കായി. ഇനി നമ്മൾ വറുത്ത് വെച്ച തേങ്ങയും അതിനകത്ത് ഇതും ഉണ്ടല്ലേ, കറിവേപ്പില ഇങ്ങനെ ഒന്ന് വിതറി. അതൊന്ന് കാണാൻ തന്നെ എന്ത് രസം. ഇനി തേങ്ങാക്കൊത്ത് വറുത്തതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പൊ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ മസാല ചേർക്കാം. കാണാൻ അടിപൊളിയല്ലേ, നല്ല കളർ. അപ്പൊ ഇനി മസാലയും കൂടി ചേർക്കുമ്പോ അടിപൊളി കളർ. ഇതൊക്കെ ഇനി നോക്കണം, കുറച്ച് കറിവേപ്പില ഇടണം, പിന്നെ നമ്മുടെ സാധനം റെഡിയാണ്. അപ്പൊ ഇതിലേക്ക് ഇനി ഞാൻ ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്, ഒരു 3/4 ടീസ്പൂൺ കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഉപ്പൊക്കെ ലീനു ടേസ്റ്റിംഗ് ഉപ്പ് വേണം. ഓക്കെ, അപ്പൊ ഇത് മതി. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഇനി കടുക് വറക്കാം. ഇത് മാറ്റി വെക്കട്ടെ. അപ്പൊ കടുക് വറക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കടുക് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം. ഓക്കെ, അപ്പൊ കടുക് പൊട്ടി തുടങ്ങി. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. മൂത്തി ഓഫ് ചെയ്തിട്ട് ഉണ്ടാക്കിയ കപ്പ ബിരിയാണിയിലേക്ക് ഇതിട്ടു. എന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയുണ്ട്. തിരിച്ചിതിലേക്കിട്ടാ സൗണ്ട് ഇല്ലേ, എന്തൊരു സുഖമാണെന്നറിയോ കേൾക്കാൻ. നമ്മള് സാധാരണ വേറെ എന്തല്ലേ ഇനി ഇതൊന്ന് ഇളക്ക. അങ്ങനെ അന്നമ്മച്ചേടത്തിയുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം അന്നമ്മച്ചേടത്തി കാണുമെന്നാണ്. കണ്ടാൽ അമ്മച്ചി താങ്ക്യൂ അതുപോലെ ഒക്കെ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം, എന്നിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളത് തുറന്നിട്ടുണ്ട്. അപ്പൊ ഇനി ടേസ്റ്റ് ടെസ്റ്ററിന്റെ ടൈമാണ്. ഇവിടെ എനിക്ക് ടെസ്റ്റിങ്, ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം. അതെ, എന്താണേലും ടെസ്റ്റ് ചെയ്തോളും. അപ്പൊ റിയാക്ഷൻ നമുക്ക് കാണാം. അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പർ. വീണ്ടും എടുക്കുന്നു. ഞാൻ വീണ്ടും എടുക്കുന്നതിന്റെ അർത്ഥം നല്ലതായിരുന്നു. അപ്പൊ അന്നമ്മച്ചേടത്തിയോട് ഒരു താങ്ക്യൂ കൂടെ പറയാം. അപ്പൊ അന്നമ്മച്ചേടത്തി ഒരു ബിഗ് താങ്ക്യൂ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു നല്ലൊരു റെസിപ്പി ഞങ്ങൾക്ക് കാണിച്ചു തന്നതിന്, പറഞ്ഞു തന്നതിന്. ഇപ്പോഴത്തെ ജനറേഷന് ആ അമ്മച്ചിമാര് പറഞ്ഞു തരുന്ന രീതിയിലാണ് അന്നമ്മച്ചേട്ടത്തി ഓരോ വീഡിയോയിലും എന്റെ കുഞ്ഞ്, ഞങ്ങളുടെ കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് മോനെ മോളെ എന്ന് പറഞ്ഞ് ടിപ്സും. അതെ, ഇത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക.